ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് മുഗളായ് ചിക്കനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രേവിയാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പം ഉണ്ടാകുന്ന മുഗളായ് ചിക്കൻ്റെ ടേസ്റ്റ് ഇല്ലേ, അതേ സെയിം ടേസ്റ്റിലുള്ള ഒരു മുഗളായ് ചിക്കനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മളിവിടെ 1/2 കിലോ ബോൺ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മളൊരു 15 മിനിറ്റ്, അതായത് നമ്മുടെ ഗ്രേവിയിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാനാവുന്ന ടൈം വരെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ചൂടായ പാത്രത്തിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, മറ്റേതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ അഥവാ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഗാർലിക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് അത്ര എരിവുള്ള ഗ്രേവിയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് എരിവ് വേണ്ടവർക്ക് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് കൂട്ടി കൊടുക്കാം. കാരണം ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 2 സവാള കട്ട് ചെയ്തത്, അതായത് അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് വാടും വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതെല്ലാം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വലിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് വലിയൊരു തക്കാളിയാണ്. ഇനി ഇതെല്ലാം ഒന്ന് വാടി കിട്ടും വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് വേവാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു 12 കാഷ്യൂ, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എന്നിവ എല്ലാം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറും വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക, ഒരു 2 മിനിറ്റ് മാത്രം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം ഇത് നല്ല ഫൈനായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റായ ശേഷം ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയും തക്കാളിയൊക്കെ അരച്ചെടുത്ത അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് ചുഴറ്റി ഒഴിക്കുകയാണ്. അപ്പോഴേ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചില്ലേ ചിക്കന്, ആ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഗ്യാസ് സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളെ ഗ്രേവിയൊക്കെ വറ്റിപ്പോവും. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചില്ലേ കാഷ്യൂ, തേങ്ങ, കോൺഫ്ലവർ ഇട്ടിട്ടൊരു കൂട്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇതെല്ലാം നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് മറ്റൊരു കൂട്ട് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് നമ്മൾ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ചെറിയ മുട്ടയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തത്, കാരണം നമുക്ക് 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ മുട്ട മതി. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് നമ്മളെടുത്തത്. കുക്കിംഗ് ക്രീമാണ് കേട്ടോ, അല്ലാതെ വിപ്പിംഗ് ക്രീം ഒന്നും അല്ല, കുക്കിംഗ് ക്രീമാണ്. ഇനി വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം, പക്ഷേ കുക്കിംഗ് ക്രീമാണ് ഇതിന് ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ചെറിയ ജീരകം പൊടിച്ചത്,
1 ടീസ്പൂൺ കസൂരി മെത്തി ലീവ്സ് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തിരുമ്മി പിടിച്ചിട്ടുണ്ട്. ഇത് 3 ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു കൂട്ടാണ് നമ്മുടെ ചിക്കൻ മുഗളായിക്ക് കറക്റ്റ് ടേസ്റ്റും കറക്റ്റ് സ്മെല്ലും നൽകുന്നത്. ഇനി നമ്മൾ ഈ ക്രീമിൻ്റെ മിക്സ്ചർ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഒരുപാട് തിളക്കാനൊന്നും വിടരുത് കേട്ടോ. ജസ്റ്റ് ഒരു തിള വന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഏറ്റവും വലിയ ടേസ്റ്റ് ഉള്ളത്. ചിക്കന് നമ്മൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രേവി മാത്രം കൂട്ടി തന്നെ കഴിക്കാൻ പറ്റും. ഇത് ചപ്പാത്തി, പൊറോട്ട, നാന്, എന്താ പറയുക, ഗീ റൈസ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഗ്രേവിയാണിത്. ഇപ്പം നമ്മുടെ ചിക്കൻ മുഗളായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള റിച്ച് ടേസ്റ്റുള്ളൊരു ഗ്രേവി തന്നെയാണിത്. ഞാൻ പറഞ്ഞു തന്ന രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.